ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്നിവിടെ വീണ്ടും ഒരു അടിപൊളി ബാംഗിൾ ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാനത് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാനിവിടെ ഒരു മെഡിസിൻ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 1 ഇഞ്ച് വിഡ്ത്തിൽ അടയാളപ്പെടുത്തിയെടുക്കുക. നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ശേഷം അരികുവശം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വൂളൻ ത്രെഡാണ് വേണ്ടത്. ഞാനിവിടെ പീക്കോക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും ചൂസ് ചെയ്യാവുന്നതാണ്. അത് ആവശ്യത്തിന് വിരലിൽ വെച്ചൊന്ന് ചുറ്റിയെടുക്കാം. റോൾ ചെയ്യുമ്പോൾ കെട്ടില്ലാതെ വേഗത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചുറ്റിയെടുക്കുന്നത്. ഇനി ഷേപ്പ് ചെയ്തെടുത്ത ഭാഗത്തിൻ്റെ ഉള്ളിൽ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നൂൽ ഒട്ടിച്ചെടുക്കാം. ശേഷം നമ്മൾ ആദ്യം ചുറ്റിവെച്ച ത്രെഡ് ബാംഗിളിൽ ചുറ്റിയെടുക്കാം. നേരത്തെ അങ്ങനെ ചുറ്റിവെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ചിങ് ത്രെഡും യൂസ് ചെയ്യാം, എംബ്രോയ്ഡറി ത്രെഡൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മുഴുവൻ ഭാഗവും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഉള്ളിലെ സ്പേസ് ഒട്ടും തന്നെ കാണാൻ പാടില്ല. ഇതുപോലെ ത്രെഡിൻ്റെ ലാസ്റ്റ് ഉള്ളിലേക്ക് മടക്കി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാംഗിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിനെ ബീഡ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായി ഞാനിവിടെ ഒരു വലിയ ഫ്ലാറ്റ് പേൾ എടുത്ത് ഗ്ലൂ ഉപയോഗിച്ച് ഒരു സൈഡിലായി ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെൻറ്ററിലും ഒട്ടിക്കാം. അടുത്തതായി ഞാനിവിടെ സ്മോൾ പേൾ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ അരികിലൂടെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ബീഡ്സ് ചെയിൻ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി അതിൻ്റെ തൊട്ട് മേളിൽ ഞാനിവിടെ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിക്കുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് വലിയ പേൾ ബീഡാണ് ഒട്ടിച്ചെടുക്കുന്നത്. ബീഡ്സ് തമ്മിൽ ഇത്തിരി ഗ്യാപ്പ് വിട്ട് ആ ആർച്ചൊന്ന് നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ബീഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 ഭാഗത്തും ബീഡ്സ് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ 4 ഭാഗത്തും ബീഡ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്